ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറ്റപ്പെട്ടു പോയെന്ന് സങ്കടം തോന്നുമ്പോൾ ഈ കൃഷ്ണോപദേശ കഥ മനസ്സിലോർത്തോളൂ. സന്ധ്യാസമയം കടൽ തീരത്ത് സൂര്യൻ പതുക്കെ മറഞ്ഞുകൊണ്ടിരുന്നു. തിരമാലകൾ കരയെ തലോടി വീണ്ടും മടങ്ങുമ്പോൾ ആ തിരയൊലികൾ മാത്രം അവിടെ നിറഞ്ഞു നിന്നു. ആ കടൽ തീരത്ത് ഒരു വശത്ത് നിശബ്ദനായി ഇരിക്കുകയായിരുന്നു ഉദ്ധവൻ. അവന്റെ മുഖത്ത് ആഴത്തിലുള്ള എന്തോ സങ്കടം നിഴലിച്ചിരിക്കുന്നു. അനന്തതയിലെ ചുവന്ന ചക്രവാളത്തിൽ കണ്ണുനട്ട് ഏകനായിരുന്ന അവനരികിൽ ഭഗവാൻ എത്തി. ഉദ്ധവ, അവൻ തിരിഞ്ഞു നോക്കി. മുഖത്ത് പതിവ് ശാന്തതയും പുഞ്ചിരിയുമായി നിൽക്കുന്ന കൃഷ്ണനെ കണ്ട് അവന് ആശ്വാസമായി. കൃഷ്ണൻ അവന്റെ അരികിൽ വന്ന് അവിടെ ഇരുന്നു. എപ്പോഴും സന്തോഷവാനായി കാണുന്ന ഉദ്ധവന്റെ മുഖം മ്ലാനമായി ഇരിക്കുന്നത് ഭഗവാൻ ശ്രദ്ധിച്ചു. നിന്റെ മനസ്സ് ഇന്ന് തിരമാലകളെ പോലെ അശാന്തമാണല്ലോ, എന്തുപറ്റി? കൃഷ്ണൻ ചോദിച്ചു. ഉദ്ധവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ശേഷം പതുക്കെ പറഞ്ഞു, കൃഷ്ണ, ചില സമയങ്ങളിൽ ഞാൻ വളരെ ഒറ്റപ്പെട്ടു പോകുന്നു. ചുറ്റും ആളുകൾ ഉണ്ടെങ്കിലും ആരും സ്വന്തം പോലെ തോന്നുന്നില്ല. മനസ്സ് ശൂന്യമാകുന്നു. അതിനെ ഞാൻ എങ്ങനെ അതിജീവിക്കണം? കൃഷ്ണൻ ഒന്നും പറയാതെ കുറച്ചു നേരം കടലിനെ നോക്കി. കാറ്റ് ശക്തമായി വീശുന്നുണ്ടായിരുന്നു. അസ്തമിക്കാൻ ഒരുങ്ങുന്ന സൂര്യനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, സൂര്യൻ അസ്തമിക്കുമ്പോൾ ലോകം എന്താണ് കരുതുന്നത്? ഉദ്ധവൻ സൂര്യനെ നോക്കി. ഇരുട്ട് വരുന്നു എന്ന് അവൻ പറഞ്ഞു. കൃഷ്ണൻ പുഞ്ചിരിച്ചു. പക്ഷേ സൂര്യൻ യഥാർത്ഥത്തിൽ ഇല്ലാതാകുന്നുണ്ടോ? ഉദ്ധവൻ നിശബ്ദനായി കൃഷ്ണനെ നോക്കി. ഇല്ലാതാകുന്നില്ല ഉദ്ധവ, അത് കണ്ണിൽ നിന്ന് മറയുകയാണ്. പക്ഷെ അതിന്റെ പ്രകാശം എവിടെയോ ഇപ്പോഴും ഉണ്ടാകും. കൃഷ്ണൻ തുടർന്നു, മനുഷ്യരും അങ്ങനെ തന്നെയാണ്. പുറത്തുള്ള ആളുകളിൽ നിന്ന് സന്തോഷം തേടുന്നവർ അവർ അകന്നു പോകുമ്പോൾ തകർന്നു പോകും. പക്ഷെ സ്വന്തം ഉള്ളിൽ ഒരു പ്രകാശം കണ്ടെത്തിയവൻ, ആത്മവിശ്വാസം, ദൈവസ്മരണ, ശാന്തി, അവൻ ഒരിക്കലും പൂർണ്ണമായി ഇരുട്ടിലാകില്ല. ഉദ്ധവന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ കൃഷ്ണ, എല്ലാം നഷ്ടമായതുപോലെ തോന്നിയാൽ? അപ്പോൾ കൃഷ്ണൻ അവന്റെ തോളിൽ കൈവച്ചു. സൂര്യൻ മറയുന്നു എന്നല്ലാതെ ഇല്ലാതാകുന്നില്ല ഉദ്ധവ. ഈ പ്രപഞ്ചത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ പ്രപഞ്ചത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ. ലോകം മുഴുവൻ നിന്നെ വിട്ടുപോയെന്ന് നിനക്ക് തോന്നുമ്പോഴും നിന്റെ ഉള്ളിൽ ഞാനുണ്ടാകും. ആ വാക്കുകൾ കേട്ട നിമിഷം ഉദ്ധവന്റെ മനസ്സിലെ ഭാരം പതുക്കെ അലിഞ്ഞുപോയി. നിന്റെ ഉള്ളിൽ ഞാൻ ഉള്ളിടത്തോളം നീ ഒരിക്കലും ശൂന്യമല്ല ഉദ്ധവ. ആ വാക്കുകൾ കേട്ട നിമിഷം ഉദ്ധവന്റെ മനസ്സിൽ ശാന്തി നിറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞതിന്റെ പൊരുൾ ഇങ്ങനെയാണ്: നിന്റെ സന്തോഷത്തിന്റെ വെളിച്ചം മറ്റുള്ളവരിൽ മാത്രം വെക്കരുത്. സ്വന്തം ഉള്ളിൽ ഒരു പ്രകാശം തെളിയിക്കൂ. ദൈവസ്മരണയും ആത്മവിശ്വാസവും നിന്നിൽ ഉള്ളിടത്തോളം ഏകാന്തത ഒരിക്കലും നിന്നെ തകർക്കില്ല. ഇതുതന്നെയാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നതും. നീ തന്നെയാണ് നിന്റെ ശത്രുവും മിത്രവും എന്ന്. ആത്മാവിനെ തിരിച്ചറിയുന്നവൻ ഭയവും ഏകാന്തതയും അതിജീവിക്കും എന്ന് ഉപനിഷത്ത് വചനങ്ങളും പറയുന്നു. ഹരേ കൃഷ്ണ.